യേശു ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ്. ദൈവത്തോട് സമാനതകൾ ഉള്ളവനല്ല. ഒരു ലെസർ ഗോഡാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. കാരണം മാറ്റർ ഈവിളാണ്. ആത്മാവ് മാത്രമേ ഉള്ളൂ ദൈവത്തോട് ബന്ധപ്പെട്ടത്. മാറ്റർ ഈവിളാണ്. ഒരു വിശുദ്ധനായ ദൈവത്തിന് ഇതിനെ സൃഷ്ടിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം ഒരു കുട്ടി ദൈവത്തെ കൊണ്ട് ഇത് സൃഷ്ടിപ്പിച്ചു എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന കാലത്ത് അക്കമിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, ആരുടെയെങ്കിലും താഴെ നിൽക്കേണ്ടവനല്ല എൻ്റെ യേശു. അനാദി മുതൽ അവൻ ദൈവമാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കൺവെൻഷൻ വേദികളും നമ്മുടെ ആരാധന വേദികളും നമ്മുടെ സഭായോഗങ്ങളും ലോർഡ്സിനെ പോലെയുള്ളവർ നയിക്കുന്ന ഗാന ശുശ്രൂഷകളും നാം എഴുതിയാലും വായിച്ചാലും എല്ലാം നിഴലിച്ച് നിൽക്കേണ്ടത് നമ്മുടെ യേശു കർത്താവായിരിക്കണം. വെറും വികാര പ്രകടന ആകരുത് നമ്മുടെ ആരാധന. വിടുതൽ തരുമെന്നും സൗഖ്യം തരുമെന്നും പറയുമ്പോ നൃത്തം ചെയ്യാൻ കാലുകൾ ചലിക്കുന്നതാകരുത് നമ്മുടെ ആരാധന. നമുക്ക് ആരാധിക്കാൻ ഒരു വികാരമേ ഉള്ളൂ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒരു വികാരമേ ഉള്ളൂ. സകലത്തിനും ഉന്നതനായ, തുല്യം വെപ്പാനില്ലാത്ത, സകലത്തിനു മീതെ ദൈവമായ യേശു എന്റെ രക്ഷകൻ. ഇത് പറയണം. ഇത് ഇന്ന് സഭകളിൽ പറയണം. കാരണം ദൈവവചനത്തിന്റെ ആധികാരിക ചോദ്യം ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഇടയിലുള്ളവർ. ഇതാരെഴുതി, എപ്പോ എഴുതി, ഇതിനകത്ത് എന്തുമാത്രം ദൈവവചനമുണ്ട് എന്നൊക്കെ ചോദ്യം ചെയ്യാനും അത് കാണാനും കേൾക്കാനും ആയിരങ്ങൾ വെമ്പം കൊള്ളുന്ന കാലത്ത് ഒരുവിധം വചനജ്ഞാനവും ഒരുവിധ സെൻസിറ്റിവിറ്റിയും ഒക്കെ ഇല്ലാത്തവർ ഒരുപക്ഷെ പതറിപ്പോകാൻ സാധ്യതയുള്ള കാലത്ത് ഇന്ന് രാവിലെ രാത്രി ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷ വൃന്ദത്തോടുകൂടെ നിങ്ങളിൽ എളിവനായ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാ, യേശുവിനെ ഉയർത്തണം. നമ്മുടെ പ്രസംഗങ്ങളിൽ യേശുവിനെ ഉയർത്തണം. നമ്മുടെ പാട്ടുകളിൽ യേശുവിനെ ഉയർത്തണം. നമ്മുടെ ആരാധനയിൽ യേശുവിനെ ഉയർത്തണം. സ്തോത്രം. ലേഖകൻ 15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ പഠിക്കുന്ന ഭാഗങ്ങൾ പശ്ചാത്തലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചു വേണം നാം മനസ്സിലാക്കാൻ. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 4 പ്രധാനപ്പെട്ട ചിന്തകളാണ് പറയുന്നത്. അതിലൊന്നിനെ ഫോക്കസ് ചെയ്യാനേ ഇന്ന് രാത്രി സമയമുള്ളൂ. 15-ാം വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗം സുപ്പീരിയർ ഇൻ ഇറ്റേണിറ്റി. അവൻ നിത്യതയിൽ മുതലേ ദൈവത്തോട് തുല്യനാണെന്നാണ് പറയുന്നത്. 2-ാമത് 16-17 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ പറ്റി പറയുമ്പോ സുപ്പീരിയർ ഇൻ ക്രിയേഷൻ, സൃഷ്ടിച്ചപ്പോൾ അവൻ ദൈവമായിരുന്നു. 3-ാമത് 18-ാം വാക്യത്തിൽ പറയുകയാ സുപ്പീരിയർ ഇൻ ചർച്ച്, അവൻ സഭയിൽ ഒന്നാമനാ. 4-ാമത് 19-20 വാക്യങ്ങൾ ചേർത്ത് പറയുകയാ സുപ്പീരിയർ ഇൻ സാൽവേഷൻ. ലോകം പറയുന്ന ഏത് മത നേതാക്കന്മാരെ, ലോകം പറയുന്ന ഏത് മത സത്വ സംഹിതകളെ മുൻനിർത്തി പറയുകയാ, ഇതുപോലെ രക്ഷദാനം ചെയ്യാൻ കഴിയുന്ന ഒരുവൻ വേറെ ഇല്ല. ചങ്കിലെ ചോര തന്ന് തിരശീല, ഹല്ലേലൂയ, സ്വന്തം ശരീരമാകുന്ന തിരശീല വെട്ടിപ്പിളർന്നിട്ട് അതിലെ രക്തം മുഴുവനോ പാവ ലോകത്തിന് വേണ്ടി ചിന്തി രക്ഷ തന്നു. ഇങ്ങനെ ഒരു രക്ഷകനില്ല. ഇന്ന് രാത്രി ഞാൻ വീണ്ടും വിളിച്ചു പറയുകയാ, സ്തോത്രം. ചെറുപ്പം ഞാൻ ഇന്നലെയും പറഞ്ഞു, അധിക സ്തോത്രം പറയിപ്പിക്കുന്ന പരിപാടിയില്ല ഇവിടെ, അതിന്റെ ആവശ്യമില്ല. ആദ്യമായിട്ടാ പാസ്റ്റർമാർ ഇത്രയും സ്തോത്രം ചെയ്യുന്നത് കാണുന്നു. ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ പ്രസംഗിക്കുമ്പോഴേ ഞങ്ങൾ സ്തോത്രം പറയാവുള്ളൂ. ചെറുപ്പക്കൽ അങ്ങനെയല്ല. എങ്ങനെ ഇരിക്കും കാര്യം പുള്ളിയല്ലേ ചാടുന്നത്, ആദ്യമേ സ്തോത്രം പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ചിലയിടത്ത് ഞാൻ സ്തോത്രം പറയിപ്പിക്കും.
അതിന് കാരണം എന്നാണെന്നറിയോ? ഇതൊക്കെ പറയുമ്പോൾ വേണം സ്തോത്രം പറയാൻ. എന്റെ യേശു വലിയവനാണെന്ന് പറയുമ്പോൾ വേണം സ്തോത്രം ചെയ്യാ. വയറിന്റെ വേദന പോകുമെന്ന് പറയുമ്പോഴല്ല നീ സ്തോത്രം ചെയ്യേണ്ടത്. നീ ആരാധിക്കുന്ന യേശു, നീ സേവിക്കുന്ന യേശു, നീ ശുശ്രൂഷിക്കുന്ന യേശു, അവനാണ് സകലത്തിനു മീതെ ഉന്നതൻ. സൃഷ്ടിക്കപ്പെട്ടിട്ട് 10 പേര് ഉന്നതനാക്കിയവനല്ല എന്റെ യേശു. 10 പേര് ഉന്നതനാക്കിയവനല്ല എന്റെ യേശു. അനാദിയായി ശാശ്വതമായവൻ ഉന്നതനാ. സൃഷ്ടി നടന്നു കഴിഞ്ഞപ്പോ 10 പേര് കൂടി ദൈവമാക്കിയവനല്ല എന്റെ യേശു. 10 പേർ മല കയറാൻ ഉള്ളത് കൊണ്ട് ദൈവമായവനല്ല എന്റെ യേശു. അനാദിയായി അവൻ ദൈവം. പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു, He is superior in eternity. നിത്യത എന്നൊക്കെ ഉള്ളത് മനുഷ്യന്റെ ലിമിറ്റഡ് നോളജിലൊന്നും പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. എപ്പം തുടങ്ങി എപ്പം വരെ എന്നൊക്കെ ഒന്ന് പറയാൻ എങ്ങനെ പറയും? അതിനൊന്നുള്ള ബുദ്ധി നമുക്കില്ല. നമ്മൾ ഇതൊക്കെ ഓർത്ത് ദൈവത്തിനങ്ങ് സ്തോത്രം പറയുക, അല്ലാതെ എന്തോ പറയാനാ. ഞങ്ങളുടെ ഈ ലിമിറ്റഡ് ബുദ്ധിയൊക്കെ മാറുന്ന ഒരു സമയമുണ്ട്. ഞങ്ങളുടെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഒക്കെ മാറുന്ന ഒരു സമയമുണ്ട്. പ്രായം കൂടുമ്പോൾ ക്ഷീണം കൂടുമ്പോൾ ബുദ്ധിക്കൊക്കെ മാന്യം വരും. പക്ഷെ ഈ ബലഹീനത മുഴുവനും മാറുന്ന ഒരു സമയമുണ്ട്. ഒരു നൊടിയിടയ്ക്കുള്ളിൽ ഞങ്ങളുടെ രോഗമുള്ള ശരീരം രോഗമില്ലാത്ത ശരീരമാകുന്ന ഒരു ദിവസമുണ്ട്. ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഒക്കെ പാപത്തിന്റെ പരിമിതികളെ വിടുന്ന ഒരു സമയമുണ്ട്. അന്ന് നിത്യയുടെ മഹത്വം നമ്മൾ കാണും. പുസ്തകം ഇങ്ങനെ പറയുക, അവൻ നിത്യതയിൽ ദൈവമാണ്. അതിന്റെ തെളിവായി പൗലോസ് പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സർവ സൃഷ്ടിക്കും ആദ്യ ജാതൻ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ, ശരിയാ, ദൈവത്തെ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അദൃശ്യനായ ദൈവമാണ്. നാം നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുന്നത് ആത്മസാന്നിധ്യം കൊണ്ടാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നാം ദൈവത്തെ കണ്ടിട്ടില്ല. ആ ദൈവത്തെ പരിചയപ്പെടുത്താൻ ദൈവം തമ്പുരാൻ നമ്മുടെ ഇടയിലേക്ക് അയച്ച പുത്രന്റെ പേരാ ക്രിസ്തു. പക്ഷേ ആ ക്രിസ്തുവിനെ പറ്റി വചനം പറയുന്നത് നാം കണ്ടിട്ടില്ലാത്ത അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവിടെ പ്രതിമ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം ഐക്കോൺ എന്ന പദമാണ്. അതിൽ നിന്ന് ഐക്കൺ വന്നത്. ഐക്കൺ എന്നൊക്കെ പറയുന്നത് എന്തുവാ? ഒരു പ്രസ്ഥാനത്തിന്റെ ഐക്കൺ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ? സകലത്തെയും പ്രതിനിധീകരിക്കുന്നവൻ. ഇവിടെ ഐക്കൺ എന്ന വാക്കിന്റെ അർത്ഥം ആ എക്സാക്ട് ഇമേജ് എന്നാണ്. എക്സാക്ട് ഇമേജ്. ഐക്കൺ എന്ന വാക്കിന്റെ അർത്ഥം എക്സാക്ട് ഇമേജ്. സ്തോത്രം. ഇതൊരു ദുരുപദേശ ഖണ്ഡന സെമിനാറൊന്നും അല്ല. പക്ഷേ ഇത് വേദപുസ്തകം. ഇന്ന് രാത്രി എല്ലാവരോടും എനിക്ക് ബഹുമാനമാ. യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാദം മുനകളുടെ മൂർച്ചയൊടിയുന്ന ഒരു വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തെ പോലെ ഒരുവനെന്നല്ല, ദൈവം എന്ന് തോന്നിപ്പിക്കുന്ന ഒരുവനെന്നല്ല, എന്റെ ദൈവം എങ്ങനെയോ അതിന്റെ അതേ രൂപമായവൻ യേശു. യേശു സ്നേഹിച്ചു. എന്റെ ദൈവ സ്നേഹമാകുന്നു. യേശുവിൽ ആത്മാവുണ്ടായിരുന്നു, എന്റെ ദൈവം ആത്മാവാകുന്നു. യേശു എളിയവനോട് കരുണ കാണിച്ചു, എന്റെ ദൈവം എളിയവനെ ആദരിക്കുന്നവനാ. യേശു ലോകത്തെ സ്നേഹിച്ചു, ദൈവം അതുകൊണ്ട് പുത്രനെ അയച്ചത്. എന്റെ ദൈവമാരോ അതിന്റെ എക്സാക്ട് ഇമേജായ അവനാണ് എന്റെ യേശു. യോഹന്നാൻ 1:1
അല്പ ഫിലോസഫിക്കലായിട്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം പറയുന്നുണ്ടല്ലോ. ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, യവനായ പശ്ചാത്തലത്തിൽ, ജ്ഞാനത്തിന് മറ്റെന്തിനേക്കാൾ അധികം പ്രാധാന്യം കൊടുത്ത പശ്ചാത്തലത്തിൽ ലോഗോസ് എന്ന് പറഞ്ഞ അതാണ് ഏറ്റവും പ്രധാനം, ജ്ഞാനമാണ് ഏറ്റവും പ്രധാനമെന്നൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യോഹന്നാൻ 1:1 പറയുകയാ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ നിത്യതയെ സംബന്ധിക്കുന്ന 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യത്തെ പറ്റി പറയുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, യേശു ആദിമേ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ സ്വയാസ്തിക്യത്തെ പറ്റി പറയുന്നുണ്ട്. യേശു ഉണ്ടായിരുന്നു, ആരും ഉണ്ടാക്കിയവൻ അല്ല എൻ്റെ യേശു, ആരും രൂപം കൊടുത്തവൻ അല്ല എൻ്റെ യേശു, ആരും ബുദ്ധി തോന്നി സൃഷ്ടിച്ചവൻ അല്ല എൻ്റെ യേശു. യേശു ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ നിത്യാസ്തിത്വത്തെ പറ്റി പറയുന്നുണ്ട്. അവൻ നിത്യത മുതൽ നിത്യത വരെ ഉള്ളവൻ. യേശു ക്രിസ്തുവിന്റെ സഹാസ്തിത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നവൻ. കൊലോസ്യ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സുപ്രീമസി പറയുന്നതിന് മുമ്പ് ആ വേദഭാഗം രക്തത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് അപ്പോസ്തലനായ പൗലോസ് ആദ്യം പറയുകയാ, യേശു ക്രിസ്തുവിന്റെ രക്തം ശ്രേഷ്ഠമായത് യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്. സ്തോത്രം. രണ്ടാമത് പറയുന്നത്, അടുത്ത വാക്യം പറയുന്നത്, അവൻ സൃഷ്ടിയിൽ നിസ്തുല്യനാണ്. 16-17 വാക്യങ്ങളാണ്. ഒന്നാമത് പറയുന്ന, അവന് സർവ സൃഷ്ടിക്കും ആദ്യ ജാതൻ, ഫസ്റ്റ് ബോൺ എന്നാ പറയുന്നത്. ബഹുമാനപ്പെട്ട ജോൺസൺ പാസ്റ്റർക്ക് 2 മക്കളുണ്ട്, എനിക്ക് ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തോട് ചോദിക്കുക, പാസ്റ്റർ ഫസ്റ്റ് ബോൺ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ ആനി എന്ന് പറയത്തില്ല, ആനി മോൾ എന്ന് പറയും. ആനി മോൾ. അന്നേരം അതിന്റെ അർത്ഥം ഒന്നാമതൊരു മോളുണ്ട്, പിന്നെ ഒരു മോൾ ഉണ്ടായി. എന്നാൽ വേദപുസ്തകം ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് അങ്ങനെയല്ല. വേദപുസ്തകം പല മക്കളുള്ളിടത്ത് ആദ്യം ഉണ്ടായ മകനെന്നല്ല ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയുടെ അർത്ഥം ഫസ്റ്റ് ഇൻ റാങ്ക് ആൻഡ് ഓണർ എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻ റാങ്ക് ആൻഡ് ഓണർ. ദൈവത്തിന് എത്രമാത്രം റാങ്ക് ഉണ്ടോ, ദൈവത്തിന് എത്രമാത്രം ഓണർ ഉണ്ടോ, അതേ റാങ്കും ഓണറും ഉള്ളവനായ എന്റെ ദൈവം. പല മക്കളുണ്ടായ കൂട്ടത്തിൽ ഒരു മകനല്ല എൻ്റെ യേശു. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ എക്സാക്ട് ഇമേജ് ആണ്. ദൈവത്തിന് എത്ര ബഹുമാനമുണ്ടോ അത്രയും ബഹുമാനം അവനുണ്ട്. ദൈവത്തിന് എത്ര ആധിപത്യമുണ്ടോ അത്രയും ആധിപത്യം അവനുണ്ട്. ദൈവത്തിന് എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തി അവനുണ്ട്. ദൈവത്തിന് എത്ര ബഹുമാനമുണ്ടോ അത്രയും ബഹുമാനം അവനുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിന്റെ സാന്നിധ്യത്തെ ബഹുമാനിച്ചോണം. ഹലോ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഈ തഞ്ചാവൂർ അങ്കിൾ ചാടുന്ന പോലെയൊക്കെ ചാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. സ്വതം എല്ലാവരും ഒരുപോലെ ചാടിയില്ലെങ്കിലും, എല്ലാവരും ഒരുപോലെ ആടിയില്ലെങ്കിലും, ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട്, കല്യാണം കഴിക്കുന്നവർക്ക് ആദ്യം കൊടുക്കുന്ന പുസ്തകമാണ്. ഫസ്റ്റ് ഫൈവ് ലവ് ലാംഗ്വേജസ്. ഓരോ കുടുംബ ബന്ധങ്ങൾക്ക് ഓരോ ലവ് ലാംഗ്വേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ലവ് ലാംഗ്വേജ് പഠിച്ചു വരുമ്പോഴത്തേനും കുടുംബജീവിതമൊക്കെ അങ്ങ് തീരും. വലിയ പ്രയാസം ഇത് പഠിച്ചു, അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. എന്ന് പറയുന്നതിൽ ഓരോരുത്തർക്കും ഓരോ വർഷിപ്പ് ലാംഗ്വേജ് ഉണ്ട്. എല്ലാവരും ചാടണമെന്നില്ല, എല്ലാവരും ആടണമെന്നില്ല. ചിലർ ശാന്തമായി കണ്ണുനീരൊഴുക്കി ദൈവത്തെ ആരാധിക്കും. അങ്ങനെയുള്ളവർ അനാത്മീയരാണെന്നൊന്നും മുദ്ര കുത്താൻ ഞാൻ തയ്യാറല്ല. ചിലർ വളരെ ലൈവായിട്ട് ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ആരാധിക്കാൻ എനിക്കിഷ്ടം. ഇന്നലെ പക്ഷെ ഞാനൊരു പ്രമാണം പറഞ്ഞു, ഒരു വാക്കുകൊണ്ട് അവൻ സൃഷ്ടി ചെയ്തതെങ്കിൽ ശരീരം കൊടുത്താണ് നമ്മളെ രക്ഷിച്ചത്. അതുകൊണ്ട് ആരാധിക്കുന്നത് ശരീരം കൊടുത്തായിരിക്കണം, ശബ്ദം കൊടുത്തായിരിക്കണം. അതെന്റെ ഒരു വിശ്വാസം. പക്ഷേ നീ എങ്ങനെ ആരാധിച്ചാലും എന്റെ യേശു വരുന്ന സാന്നിധ്യത്തെ നീ മാനിക്കണം. യേശുവിനേക്കാൾ വലിയ ആരും സ്റ്റേജ് വരത്തില്ല. അത് എത്ര
പിടിപാടുള്ള ആളാണെങ്കിലും, അതെത്ര ടൈറ്റിലുള്ള ആളാണെങ്കിലും, യേശു വരുന്നിടത്ത് ചാടി എഴുന്നേക്കാൻ തയ്യാറുള്ളവന് വേറൊരുവൻ വരുന്നിടത്ത് എഴുന്നേക്കാൻ തയ്യാറാകാവുള്ളൂ. ഏത് സ്റ്റേജിലും യേശുവിനേക്കാൾ അധികം ആരും ഉയർത്തപ്പെടരുത്. ഏത് ആരാധനയിൽ അവൻ വേണം ഉയർത്തപ്പെടാൻ. ഏറ്റവും സൗന്ദര്യം അവനാ ഉള്ളത്. എത്ര നല്ല വസ്ത്രം ധരിച്ചാര് വന്നാലും, എത്ര വലിയ കാറിൽ ആര് വന്നാലും, അവൻ 10,000 സുന്ദരൻ. അവനെ പോലെ ഒരുവനില്ല. പലരും കാണുന്നുണ്ടെന്ന് അറിയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു പട്ടണമല്ല, മറ്റൊരു പട്ടണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കുക. ഒരു 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൈറനൊക്കെ വെച്ച് ഒരു കാർ അങ്ങോട്ട് വന്നത്. എല്ലാവരുടെയും സ്തോത്രം പോയി. എല്ലാവരും കാറിനെ നോക്കി. പ്രസംഗിച്ച ആളോട് അധ്യക്ഷൻ ചെന്ന് പറഞ്ഞ് പ്രസംഗം നിർത്താൻ. അദ്ദേഹം പ്രസംഗം നിർത്തി. വന്നയാൾക്ക് സമയം കൊടുത്തു. വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. അവിടുത്തെ ദൈവസാന്നിധ്യം പോയി. ഞാനാ പിന്നെ പ്രസംഗിക്കേണ്ടത്. എൻ്റെ ഉള്ളുരുകി. എന്ത് പാടാണെന്നറിയാവോ ദൈവസാന്നിധ്യം ഇല്ലാത്തടത്ത് പ്രസംഗിക്കാൻ. ചിലർ വിചാരിക്കുന്നത് ഇത് കഥ പറച്ചിലാണെന്നാ. വചനമൊക്കെ വെളിപ്പെട്ട് വരുന്നത് ജനം ദൈവത്തെ സ്തുതിക്കുമ്പോഴാ. ഞങ്ങളുടെ ആരുടെയും കഴിവുകൊണ്ടൊന്നും അല്ല, ഒരുക്കിക്കൊണ്ട് വന്നതൊന്നുമല്ല. പലപ്പോഴും പറയുന്നത് ഇരിക്കുന്ന ജനത്തെ വിവേചിച്ച് ദൈവം ചില ദൂതുകൾ വിളിച്ചു പറയും. വെല്ലോരും വന്ന് വെല്ലോം പറഞ്ഞ് തട്ടിക്കളയാനുള്ളതല്ല ദൈവത്തിന്റെ സാന്നിധ്യം. ആര് വന്നാലും എന്റെ യേശുവിന്റെ അത്രയും ബഹുമാനമുള്ള ആരുമില്ല. അവനായി സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവനാൽ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത് പറയാ സുപ്പീരിയർ ഇൻ ചർച്ച്. എല്ലാവരും പറഞ്ഞ സഭയിലെ ഏറ്റവും വലിയവൻ യേശുവാണ്. ദൈവസഭയെ കാണിക്കാൻ തിരുവചനം ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് ഒരു കുടുംബത്തോട് ബന്ധപ്പെടുത്തി സഭയെ പറയുന്നുണ്ട്. ഒന്ന് ഒരു കിങ്ഡം, ഒരു രാജ്യത്തോട് ബന്ധപ്പെടുത്തി സഭയെ പറയുന്നുണ്ട്. ഒന്നൊരു വിനിയാട്, ഒരു മുന്തിരിത്തോട്ടത്തോട് ബന്ധപ്പെടുത്തി സഭയെ പറയുന്നുണ്ട്. ഒന്നൊരു ഫ്ലോക്ക്, ഒരു ആട്ടിൻകൂട്ടത്തോട് ബന്ധപ്പെടുത്തി സഭയെ പറയുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിനോട് ബന്ധപ്പെടുത്തി സഭയെ പറയുന്നുണ്ട്. ഒരു കാന്തയോട് ബന്ധപ്പെടുത്തി സഭയെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ബോഡിയോട് ബന്ധപ്പെടുത്തി സഭയെ പറയുക. ഒരു ബോഡി, ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയുടെ തല ക്രിസ്തുവാണ്. കമാൻഡ് സെന്റർ ഇവിടെയാ. കമാൻഡ് സെന്റർ ഇവിടെയാ. ആരെന്ത് ചെയ്യണമെന്ന് ആജ്ഞ പോകുന്നത് ഈ തലയിൽ നിന്നായിരിക്കണം. എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ദൈവമക്കൾ തരുന്ന കൃപ കൊണ്ടും ഹല്ലേലൂയ, ദൈവമക്കൾ തരുന്ന സ്നേഹം കൊണ്ടും ഒക്കെ നിന്നു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ യേശുവിനോട് എനിക്കുള്ള സ്നേഹം കൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, തെറ്റിദ്ധരിക്കാനല്ല. എല്ലാവരും കേൾക്കെ. പാസ്റ്റേഴ്സിനോടും പറയുക, നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ ആൾ യേശു ആയിരിക്കണം. എത്ര പണക്കാര സഭയിലുണ്ടെങ്കിലും, എത്ര ബന്ധുബലമുള്ളവർ സഭയിലുണ്ടെങ്കിലും, എത്ര ശക്തൻ സഭയിലുണ്ടെങ്കിലും, എത്ര നേതാക്കന്മാർ സഭയിലുണ്ടെങ്കിലും, ഞാൻ പറയാ മറ്റാരെയും യേശുവിനെ അത്രയും മാനിക്കരുത്. ഇവരെല്ലാം വരും, ഇവരെല്ലാം പോകും. യെശയ്യാവ് സ്വപ്നം കണ്ടതുപോലെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഒരു രാജാവ് വന്നു, ഒരു രാജാവ് പോയി. പക്ഷെ ഞാൻ ഒരുവനെ കണ്ടു, ഉയർന്നു പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ഞാൻ കണ്ടു.
എന്റെ യേശു വിചാരിച്ചാൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത അവന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. എന്റെ യേശു വിചാരിച്ചാൽ നിന്റെ ഞെരുക്കന്മാരെ വിശാലത വരും. എന്റെ യേശു വിചാരിച്ചാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്റെ യേശു വിചാരിച്ചാൽ നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. അവനെ മാനിക്കാവുള്ളൂ, അവനെ ഭയപ്പെടാവുള്ളൂ, അവനെ സേവിക്കാവുള്ളൂ. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരെ പലപ്പോഴും കൂടെ കണ്ടിട്ടില്ല. തകർക്കുമെന്ന് പറഞ്ഞവർക്ക് തകർക്കത കൊടുക്കാൻ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയുന്നത്, യേശുവിനെ ഉയർത്തിയാൽ യേശു നിന്നെ ഉയർത്തും. നിന്റെ തലയെ അവൻ ഉയർത്തും, നിന്റെ ശുശ്രൂഷയെ അവൻ ഉയർത്തും. സഭയിൽ ഉന്നതൻ യേശു മാത്രം. യേശുവിന്റെ സ്ഥാനം പോകുമ്പോൾ ആത്മീയ സംഗമം പ്രസ്ഥാനമായി മാറുന്നത്. യേശുവിന്റെ സ്ഥാനം പോകുമ്പോൾ ദൈവാധിപത്യം മാറ്റി ധനാധിപത്യം വരുന്നത്. യേശുവിന്റെ സ്ഥാനം പോകുമ്പോൾ ദൈവസാന്നിധ്യം ഇരിക്കേണ്ടിയെടുത്ത് മറ്റു പലതും ഇരിക്കുന്നത്. യേശു നമ്മുടെ സഭയുടെ നടുവിൽ നിൽക്കട്ടെ. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പകൾ സഭയെ മൂടട്ടെ. യേശു ഒരു മൂലയ്ക്കല്ല, സഭയുടെ നടുക്ക് നിൽക്കട്ടെ. അവന്റെ തേജസ് സഭയിൽ വിളങ്ങട്ടെ. സഭയുടെ ഓരോ കോണിലും യേശുവിന്റെ മഹത്വം വിളങ്ങട്ടെ. ഇതൊരു അനുഭവമാണ്, ഇതൊരു ഉപദേശമല്ല. ഇതൊരു അനുഭവമാണ്, ഇതൊരു ഉപദേശമല്ല. അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉണർവ് ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനുണ്ട്, ഫ്ലോറിഡ പെൻസക്കോളയിൽ. അനേക വർഷങ്ങൾ താൻ അവിടെ ശുശ്രൂഷിച്ചിട്ട് മറ്റ് ഒരു പട്ടണത്തിലേക്ക് പോയി. അദ്ദേഹം ഒരു പീസിനാക്കിന് പ്രസംഗിക്കാൻ വന്നപ്പോൾ എന്നോട് അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കൂടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല, എൻ്റെ സ്വന്തം ചെവിയിൽ കേട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. അദ്ദേഹം ഒരു പാസ്റ്ററുടെ മകനാണ്. അദ്ദേഹം പറഞ്ഞു, അനേക വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു ഗ്രാമം പോലുള്ളിടത്ത് ഒരു സഭയുടെ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പിതാവ്. നാടുകളായി സഭയിൽ പ്രശ്നമാണ്. പല നിലയിൽ വിചാരിച്ചു സഭയിലെ പ്രശ്നം ഒന്ന് തീർക്കാൻ. പാസ്റ്റർക്ക് അറിയാവുന്ന സകല പരിപാടി ശ്രമിച്ചു, തീരുന്നില്ല. ഈ പാവം പിതാവ് പഴയൊരു സഭ, വലിയ കട്ടിയുള്ള ഭാരമുള്ള തടി കൊണ്ട് പണിത കതകുകളുള്ള ഒരു പഴയ സഭ. എല്ലാവരും പോകുമ്പോൾ ഈ മനുഷ്യൻ മാത്രം രാത്രിയാമത്തിൽ ആ സഭയിൽ കമഴ്ന്ന് കിടന്ന് യേശുവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ നീ ഒരു പരിഹാരം വരുത്തണമേ. ഒരു ദിവസം താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ പലരും കൂടി പിടിച്ചാൽ തുറക്കാൻ പറ്റാത്ത കതക് തുറക്കുന്ന ശബ്ദം താൻ കേട്ടു. ആ കതക് തുറന്നപ്പോ അർദ്ധരാത്രിയിൽ വെള്ളവസ്ത്രധാരിയായ ഒരുവൻ ആ ഡോറിനകത്തൂടെ കടയർന്ന് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് ചർച്ചിനെ ഇങ്ങനെ ഒന്ന് നോക്കി, ഒരു വാക്ക് പോലും മനുഷ്യനോട് പറഞ്ഞില്ല. അവൻ ഇടത്തേക്ക് ഒന്ന് നടന്നു, തിരിച്ചു വന്നു. അവൻ വലത്തേക്ക് നടന്നു, തിരിച്ചു വന്നു. ആ ചർച്ചിന്റെ 4 കോണിലും നടന്ന് ആ അടച്ച കതക് അതുപോലെ തുറന്ന കതക് അതുപോലെ അടച്ചിട്ട് താൻ മടങ്ങിപ്പോയി. ആയിരങ്ങളുടെ പാസ്വായ ആണ്ടുകൾ നീണ്ടു നിന്ന ഉണർവിന് തീർത്ഥം കൊടുക്കാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ അന്ന് പറഞ്ഞ ദൂത് ഞാൻ മറക്കത്തില്ല. എന്റെ യേശു ദൈവസഭയിലൊന്ന് വന്നാൽ, അക്ഷരാർത്ഥത്തിലും ആത്മാവിലും അവൻ വന്നാൽ, അവൻ ഇടത്തോട്ട് നടക്കാൻ, വലത്തോട്ട് നടക്കാൻ, സഭ മുഴുവനും നടക്കാൻ, ഇന്ന് രാവിലെ അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പ് ഓരോ ജീവിതത്തെയും തൊടട്ടെ. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ജനത്തെ തൊടട്ടെ. എന്റെ യേശു ഉയർത്തപ്പെട്ടാൽ ഇന്ന് രാത്രി യേശുവിനെ ഉയർത്ത. നിര്യാതരം തുറന്ന് യേശുവിനെ ഉയർത്ത.
യേശു എത്ര ഉന്നതൻ എന്നീ രാത്രി വിളിച്ചു പറ. അവൻ എത്ര ശ്രേഷ്ഠൻ എന്നീ രാത്രി വിളിച്ചു പറ. ആയിരങ്ങൾ കൂടുന്ന ക്രൂസൈഡുകളിൽ പോയി അതിന്റെ ഒരു സൈഡിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ലോകം ഇന്നറിയുന്ന ഭയങ്കര ശ്രേഷ്ഠമാണ് ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ എൻ്റെ കണ്ണിന് മുമ്പിൽ വീൽ ചെയറിൽ നിന്ന് ആൾക്കാർ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ പ്രസംഗിക്കുന്ന പാസ്റ്ററോ ആരും പോയി ആരുടെയും തലേ കൈവെക്കുന്നില്ല. ഒരേ കാര്യം മാത്രം അവിടെ നടക്കുന്നുള്ളൂ. മോനെ, യേശുവിനെ അങ്ങ് പാടി ആരാധിക്കുക. യേശുവിനെ ആരാധിക്കുമ്പോ യേശുവിന്റെ സാന്നിധ്യം ജനത്തെ തൊടുകയ. ഇവിടെ നിൽക്കുന്ന ആളുടെ മിടുക്കുകൊണ്ടോ ഞങ്ങളെ തലേ കൈവച്ച് കറക്കുന്നത് കൊണ്ടൊന്നുമല്ല ആരും വിടുവിക്കപ്പെടുന്നത്. ഈ പന്തലിന്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇന്ന് രാത്രി എന്റെ യേശുവിനെ ആരാധിക്കുമ്പോൾ ശരീരത്തിലെ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ സാന്നിധ്യത്താൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. നമുക്ക് പോപ്പുലർ ആക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് ഹിറ്റാക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് സെൻസേഷണൽ ആക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് വൈറലാക്കാൻ ഒരാളെ ഉള്ളൂ. അവന്റെ പേര് യേശു. വീണ്ടും ഞാൻ പ്രസ്താവന ആവർത്തിക്കുക. നമുക്ക് ഹിറ്റാക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് സെൻസേഷണൽ ആക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് ലൈക്ക് കൊടുക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് വൈറലാക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് ഇന്റർനെറ്റ് സെൻസേഷൻ ആക്കാൻ ഒരാളെ ഉള്ളൂ, നമുക്ക് നമ്മുടെ മധ്യ സെൻസേഷൻ ആക്കാൻ ഒരാളെ ഉള്ളൂ. അവന്റെ പേര് യേശു. അവന്റെ പേര് യേശു. എന്റെ രക്ഷകനും കർത്താവുമായ 10,000 സുന്ദരനായ യേശു. ഇത്രയും ശ്രേഷ്ഠത ഉള്ളവൻ ഒരു രക്ഷ തന്നപ്പോൾ അതും ശ്രേഷ്ഠതയുള്ളതായി മാറി. അതുകൊണ്ട് എബ്രാഹിം എന്നെ കർത്താവ് പറഞ്ഞത് ഇത്ര വലിയ രക്ഷ. തിരി കത്തിച്ചപ്പോ കിട്ടിയതല്ല, തിരശീല പോലെ ദേഹം കീറിയപ്പം കിട്ടിയതാ. പടി കയറിയപ്പോൾ കിട്ടിയതല്ല, അവന്റെ കാൽപാദങ്ങൾ തകർന്നപ്പോ കിട്ടിയതാ. മുട്ട നടന്നതുകൊണ്ട് കിട്ടിയതല്ല, അവന്റെ മുട്ടുകാലികൾ തല്ലി ചതക്കപ്പെട്ടപ്പോൾ കിട്ടിയതാ. എന്റെ ശരീരം വെട്ടിപ്പിളർന്നുകൊണ്ട് കിട്ടിയതല്ല, അവന്റെ ദേഹം വെട്ടിപ്പിളർന്നുകൊണ്ട് കിട്ടിയതാ. ഞാൻ ഉരുണ്ട് കിടന്നുകൊണ്ട് കിട്ടിയതല്ല, അവൻ ഗതസമനയിൽ കവിഴ്ന്നു വീണതുകൊണ്ട് കിട്ടിയതാ. എന്റെ വയർ പൊഴിയത് കൊണ്ടല്ല, അവന്റെ രക്തം വിയർപ്പ് തുള്ളി ആയതുകൊണ്ട് കിട്ടിയതാ. അംബരജാനം ധേരം രഗതേ വൈഥ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കൊച്ചന്റെ പേര് പറയാൻ കാരണം എനിക്ക് അവനെ അറിയാം. പ്രാർത്ഥിച്ചു ആരാധിച്ചിട്ടും ഒക്കെ ഇവിടെ വന്നേച്ച് ആരാധിപ്പിക്കാറില്ല. പുള്ളി അങ്ങ് ആരാധിക്കുക. രാജൻ ബ്രദർ എൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വെളിപ്പാടുണ്ടെങ്കിലേ എന്തിനാ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു പ്രസ്താവന ആവർത്തിക്കുക,
70 മോഡൽ ലാംബി സ്കൂട്ടർ ചവിട്ടുന്ന പോലെ ഞങ്ങൾ എന്തിനാ ചവിട്ടുന്നത്? ഈ വെളിപ്പാടോളം പുറത്തു വരുമ്പോഴേ അകത്ത് തുടിക്കത്തില്ലേ? ഈ വെളിപ്പാടുള്ളവൻ അവിടെ വരുമ്പോൾ അകം തുടിക്കത്തില്ലേ? ഞാൻ മനുഷ്യനെ കാണാനല്ല പോകുന്നത്, ഞാൻ ഉന്നതനായ യേശുവിനെ കാണാൻ പോവുക. അവിടെ ആര് പാടിയാലും, അവിടെ ആര് ആരാധിച്ചാലും, അവിടെ ആര് പ്രസംഗിച്ചാലും, അവരെ ആര് കീബോർഡ് വായിച്ചാലും എന്റെ ശ്രദ്ധ ഒരുവനിലാണ്, അവൻ എന്റെ യേശുവാണ്. ഇന്ന് രാത്രി വീണ്ടും യേശുവിന്റെ നാമത്തെ ഞാൻ ഉയർത്തുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറയുന്നത്, യേശുവിന്റെ രക്തം സുപ്പീരിയർ ആകാൻ കാരണം അത് നിരപ്പ് കൊണ്ടുവന്ന രക്തമാണ്. നിരപ്പ്, റെക്കൺസിലിയേഷൻ. 2 തട്ടിൽ കിടന്നവരാ. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അതിനെ വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന അവിടെ അല്ലായിരുന്നു. യെശയ്യാ പ്രവചനം കുറച്ചുകൂടെ വിശദമായി പറയുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് പാപമല്ലോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുക, എൻ്റെ നിപ്പ് എങ്ങനെയാണെന്നറിയാവോ? തലകുനിച്ച് കൈയും കാലും ബന്ധിക്കപ്പെട്ട് പാപത്തിൻ്റെ അടിമത്വത്തിൽ എനിക്കെന്നെ സ്വന്തം രക്ഷിക്കാൻ കഴിയാതെ ബലഹീനനായി നിൽക്കുന്നു. അവിടെ പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് പറയുന്ന ദൈവനീതി നിൽക്കുന്നു. അവൻ്റെ മുന്നിൽ നിൽക്കാനോ അവൻ്റെ മുഖത്ത് നോക്കാനോ എനിക്ക് അവകാശമില്ല. മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ അത് അനുവദിക്കത്തില്ല. അവനും ഞാനും നിൽക്കുന്നത് 2 തട്ടിൽ. നാളുകൾ ശ്രമിച്ചു ഇതിനൊരു പരിഹാരം വരുത്താൻ. ആടിനെ കൊന്നു, മാടിനെ കൊന്നു, ഊനമില്ലാത്തതിനെ കൊന്നു, പലതും കൊന്നിട്ട് 1 വർഷത്തേക്കോ ചില സമയത്തേക്കോ മാത്രം ടെമ്പററി പരിഹാരം വരുത്തിയപ്പോ യോഹന്നാൻ നോക്കി വിളിച്ചു പറഞ്ഞ, ആദ്യം മുതലേ അറുക്കപ്പെട്ട, ലോകസ്ഥാപനം മുതലേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായവൻ നടുക്കോട്ട് കയറി നിന്നു. പറഞ്ഞു, ഇവനെ ശിക്ഷിക്കണ്ട, എന്നെ തകർത്തോ, ഇവനെ കൊല്ലണ്ട, എന്നെ കൊന്നു, ഇവന്റെ ശരീരം പിളർക്കണ്ട, എന്റെ നെഞ്ചു വെട്ടി പിളർക്കട്ടെ. എന്റെ യേശു നടുക്ക കയറി നിന്നതുകൊണ്ട് നിരപ്പ്. ഞങ്ങളാരും പണം മുടക്കിയത് കൊണ്ടല്ല ഇന്ന് രാത്രി ആനന്ദിക്കുന്നത്. ഈ വെള്ളയുടുപ്പ് ഇട്ടത് കൊണ്ട് വന്ന വിശുദ്ധി അല്ല ഞങ്ങൾക്ക്. വെള്ളയുടുപ്പൊക്കെ ഇട്ടേച്ച് അഭ്യാസം കാണിക്കുന്ന പല പരിപാടികൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾക്ക് വിശുദ്ധി കിട്ടിയത്. ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ നിന്നോ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇവൻ നീതീകരിക്കപ്പെട്ടവൻ. അവന്റെ നീതി പ്രവൃത്തി കൊണ്ടല്ല, പാപമില്ലാത്തവന്റെ രക്ത കാൽവറിയിൽ ചിന്തതി കൊണ്ട് അവൻ എന്നെ നീതീകരിച്ചു. എനിക്ക് ഒരു തടസ്സവും കൂടാതെ, ആരുടെ അനുവാദം ചോദിക്കാതെ, ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൂടാതെ തിരശീല കീറിയവൻ, മഹാപുരോഹിതനായവൻ, എന്നേക്കുമായി യാഗമർപ്പിച്ചവൻ, 1-ാം സ്വർഗവും 2-ാം സ്വർഗവും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കരകയറി പോയവൻ, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവൻ. അതുകൊണ്ട് എനിക്ക് അവന്റെ അടുത്തേക്ക് വരാൻ പുത്രത്വം സ്വീകാര്യത്വം. നിരപ്പ് കിട്ടിയ ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയും. ഈ നിരപ്പ് കിട്ടിയോര് നെറേട് കാണിച്ച അത് രക്തത്തിന് മാന്യത കുറവാണ്. എന്നെ വീണ്ടെടുത്ത രക്തം ഈ ദൈവദാസനെ വീണ്ടെടുത്തത്. ഈ ദൈവദാസനോട് ഞാൻ കയ്പോ കലിപ്പോ കാണിച്ചാൽ ഞാൻ നിരപ്പ് കിട്ടിയോനല്ല. എന്റെ കടം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് എഴുതി തള്ളിയതാ. ഞാൻ 10 പുരുഷായുസ് ജീവിച്ച മനോജ് പാസ്റ്ററെ, എന്റെ കടത്തിന്റെ ഒരു അംശം വീട്ടാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരൊറ്റ നിമിഷം അവൻ എന്റെ കടം മുഴുവനും വീട്ടി. പിന്നെ ഞാൻ എങ്ങനെ ഇദ്ദേഹത്തോട് കയറി കോർക്കുന്നേ? പുള്ളി പറയുന്ന എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. പക്ഷെ എന്റെ എന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തിനൊരു മാന്യതയുണ്ട്.
ഞാൻ ഇദ്ദേഹത്തെ കോടതി കയറ്റുവേ, ഞാൻ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുവേ, ഞാൻ ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയെ, ഞാൻ ഇദ്ദേഹത്തിന്റെ കുടുംബം തകർക്കാൻ നോക്കുകയൊക്കെ ചെയ്ത എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന് ഞാൻ മാന്യത കുറയ്ക്കുകയാ. ഇന്ന് രാത്രി വേങ്ങൂർ സെന്ററിൽ നിന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുകയാ, നമുക്കാരും ശത്രുക്കളില്ല, നമ്മളെല്ലാരും നിരപ്പ് പ്രാപിച്ചോരാ. അതേത് സെന്റർ ആണെങ്കിലും, അതേത് സ്റ്റേറ്റ് ആണെങ്കിലും, അതേത് സഭയാണെങ്കിലും, അതേത് പ്രസ്ഥാനമാണെങ്കിലും, അതേത് ബോർഡാണെങ്കിലും, അതെത്ര ആളുണ്ടെങ്കിലും, അതെത്ര ആള് കുറഞ്ഞാലും നമുക്കൊരു ഒറ്റ നേതാവേ ഉള്ളൂ. അവൻ നമ്മളെ നിരപ്പിച്ചവനാ. അത് പറഞ്ഞപ്പോ സ്വതന്ത്രം കുറഞ്ഞു എന്ന് എനിക്ക് ശ്രദ്ധിച്ചേക്കണേ. എനിക്ക് പ്രധാനപ്പെട്ട ദൂതിലോട്ട് വരുക. ഈ വില കാണിക്കാൻ പുതിയതും ഉപയോഗിക്കുന്ന 5 പദങ്ങളുണ്ട്, ആഴമായ പദങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധിക്കരുത്, വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധിക്കണം. നമുക്ക് തരുന്ന 5 വെളിപ്പാട്. 1, വേദവസം വിളിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗിൽറ്റി ആയവനെ ഒരൊറ്റ നിമിഷം കൊണ്ട് നീതിമാനെന്ന് പറഞ്ഞു, ഒറ്റ വാക്കിൽ അർത്ഥം. 2ാമത് പറയുന്ന പദപ്രയോഗം റിഡംഷനാണ്. എന്ന് പറഞ്ഞാൽ സ്ലേവ് ആയിരുന്നവനെ, അടിമയായിരുന്നവനെ ഒറ്റ നിമിഷം കൊണ്ട് അവകാശിയാക്കി. ഈ രക്തത്തിന്റെ വിലയെപ്പറ്റി പറയുന്ന 3ാമതൊരു പദപ്രയോഗം വചനത്തിലുണ്ട്, ഫൊർഗിവ്നെസ്. ഫൊർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും വരുത്തിക്കൂട്ടിയ കടങ്ങളെ ജൂബിലി ഇയറിൽ സംഭവിക്കുന്നത് പോലെ മുഴുവനും എഴുതി തള്ളി. യോവേൽ സംവത്സരം എഴുതി തള്ളി. യേശുവിന്റെ രക്തത്തിന്റെ വില രക്ഷയോടുള്ള ബന്ധത്തിൽ പറയുന്ന അടുത്ത ഒരു പദപ്രയോഗം അഡോപ്ഷൻ എന്ന. ഇത്ര സമ്പന്നന്റെ വീട്ടിൽ വരാൻ പോയിട്ട് ഗേറ്റിന്റെ വാതിക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല. അവന്റെ സമ്പത്ത് എന്നാന്ന് കരുതിയ. പിന്നെ ഈ പൈസ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം പറയാൻ. ഞാൻ പൈസക്കാരെയൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഇന്ന് കാശുണ്ടെന്ന് പറയുന്നു, നാളെ പാപ്പരാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ രാത്രിയും ഇടയ്ക്ക് അവന്റെ സമ്പന്നതയൊക്കെ ഓർത്താൽ മതി, മിണ്ടുകേല. ഈ ജാട പറയണോന്ന് ഓർക്കുമ്പോ യേശുവേ എന്നൊന്ന് ഓർത്താ. ഇത്രയും സമ്പന്നനായവന്റെ അടുത്ത് എത്തി നോക്കാൻ പോലും യോഗ്യതയില്ല. വഴി കൂടെ മെനക്കെട്ട് നടന്ന ചെളി പോരുണ്ട്. അപ്പനും അമ്മാതയില്ല, ആനാഥ കുട്ടിയായിരുന്നു എന്നെ. ഒരു ദിവസം വന്ന് കയ്യെ പിടിച്ചു പറഞ്ഞു, നീ പുറത്തിരുന്ന് കഞ്ഞി കുടിക്കേണ്ടിയോനല്ല, രാജാവിന്റെ മേശയിലിരുന്ന് കഞ്ഞി കുടിക്കണം. ഞാൻ കാലും തളർന്ന് കയ്യും തളർന്ന് ഒരിക്കൽ പോലും ഇതിനകത്ത് കയറാൻ യോഗ്യതയില്ലാതിരുന്ന എന്നെ ഒരു ദിവസം കൊണ്ട് മകനാക്കി. വചനം പറയുന്ന അഡോപ്ഷൻ, 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 അഡോപ്ഷൻ. ഞാൻ ദത്തെടുപ്പ് ലഭിച്ചവനാ. ഹല്ലേലൂയ. നിൽക്കണമെന്നുണ്ട്, സമയത്തെ പേടിക്കുക. അടുത്ത പദമാണ് നമ്മൾ വായിച്ച റെക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചർ became a familiar face. സ്ട്രേഞ്ചർ ഒറ്റ ദിവസം കൊണ്ട് ഫെമിലിയർ ഫേസ്. ഇവിടെ യേശുവിൻ്റെ ഔന്നത്യത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രക്തത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പറഞ്ഞത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ചിന്ത, നമ്മളെ നിരപ്പിച്ച രക്തം. ആ നിരപ്പിൻ്റെ 5 ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും രക്തത്തിൻ്റെ വില ഓർക്കണം. നമ്മുടെ ഇടയിലൊക്കെ രക്തം എന്ന് പറയാൻ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു മടിയാണ്. അതിന് വേറെ ഏതാണ്ട് സ്റ്റൈലുള്ള വാക്കൊക്കെ ഇപ്പം പറയുന്നത്. പണ്ടൊക്കെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ പ്രവാചകന്മാർ മാത്രം എന്ന് പറയാനുള്ളതാണ്. ഏത് സ്പെഷ്യലിസ്റ്റിനും അല്ല സ്നേഹിത, എല്ലാവരും യേശുവിൻ്റെ രക്തം പറയണം. നിന്റെ നാവ് ചലിപ്പിച്ച് യേശുവിൻ്റെ രക്തം പറയണം.
ഓരോ ദിവസവും യേശുവിൻ്റെ രക്തം പറയണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുവിൻ്റെ രക്തം പറയണം. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം പറയണം. ആരാധിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം പറയണം. നമ്മളെ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ആരാധിക്കുന്നത്, രക്ഷിക്കപ്പെട്ടുകൊണ്ട് ആലയത്തിൽ വരുന്നത് പറയാൻ കൊള്ളാവുന്ന ഒരു വാക്കേ ഉള്ളൂ: യേശുവിൻ്റെ രക്തം. ഈ രക്തത്തിന്റെ അടുത്ത പ്രത്യേകത, this is the ground of our worship. നമ്മുടെ ആരാധനയുടെ അടിത്തറ രക്തമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പഴയ നിയമത്തിൽ വായിക്കാൻ സമയമില്ല, വേഗത്തെ പറയാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ഉത്സവങ്ങളാവിത്. ഒരു നമ്പർ ഓഫ് ഫീസ്റ്റുകൾ പറയുക. ഈ ഫീസ്റ്റുകൾക്കെല്ലാം ദൈവം അവരോട് ചെയ്ത ഉപകാരങ്ങളുടെ ഓർമ്മകളാണ്. ഈ ഉത്സവങ്ങൾ ആചരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളെ മരുഭൂമി നടത്തിയ ദൈവത്തെയാണ്, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെയാണ്. പക്ഷെ ഒരു പ്രമാണം ഞാൻ പറയാം. 1-ാം മാസം 14-ാം തീയതി നിനക്ക് തോന്നുന്നത് ചെയ്തേച്ച് ആരാധന തുടങ്ങാൻ പറ്റത്തില്ല. ആരാധന തുടങ്ങുന്നെങ്കിൽ അത് പെസഹ കൊണ്ടായിരിക്കും. ആരാധന തുടങ്ങുന്നത് പെസഹയിലായിരിക്കണം. ഇവരോട് പറയുക, ഇന്ന് നിങ്ങളുടെ ഗതി എന്നാണേലും നിങ്ങളെ വീണ്ടെടുത്തത് പെസഹയുടെ രക്തവാ. നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പെസഹയുടെ രക്തവാ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല് കേട്ടോ. ചിലർ നിന്ന് പറയും, നമ്മളിത് വെന്റിലേറ്ററിലല്ലല്ലോ, ഇവിടെ വരാൻ ദൈവം ഭാഗ്യം തന്നുകൊണ്ട് സ്വോത്രം. എന്നെ ആരവാണെന്ന് അറിയാവും. ഈ അനങ്ങാത്തവരനങ്ങാൻ മരണത്തെ പറ്റി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിശാചിനെ പറ്റി പറഞ്ഞാൽ മതി. യേശുവിനെ പറ്റി പറയുമ്പോൾ അത്ര ആവേശം, അത് വികല്പമായ പെന്തക്കോസാ കേട്ടോ. സ്വതന്ത്രം ആവേശം കാണിക്കുന്നത് രക്തത്തെ പറ്റി പറയുമ്പോൾ വേണം. അല്ലെങ്കിൽ ഇത് പ്രശ്നം എന്നാണെന്നറിയാവോ? എന്റെ മുട്ടുവേദന മാറി, അതുകൊണ്ട് ദൈവത്തിന് സ്വതന്ത്രം. ജോലി ഇല്ലായിരുന്നിടത്ത് ജോലി. അയ്യോ, നമ്മുടെ ഇടയിൽ ഈ സാക്ഷ്യം എന്തുമാത്രം തിയോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പം പലയിടത്ത് സാക്ഷി ഇല്ലാത്തത് ഓർത്ത് സ്തോത്രം. നല്ല കാര്യമാണ്. എന്നും പറയുന്നത് മുഴുവനും പാസ്റ്റർ ക്ഷമിക്കണം, പല വികല്പങ്ങളായ തിയോളജിയാ. നമ്മുടെ ആരാധന സ്തോത്രം മുഴുവനും പോകണ്ടാത്തടത്ത് പോവുക. നമ്മുടെ കാലിന്റെ വേദന മാറിയത് കൊണ്ടാണോ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മുടെ മൂക്കിപ്പനി മാറിയത് കൊണ്ടാണോ ദൈവത്തെ ആരാധിക്കുന്നത്? ഞാനിത് ഇന്നും 2 കാലം നിൽക്കുന്ന അവന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുക, നമുക്ക് യേശുവിന്റെ രക്തമല്ല വില. ഹല്ലേലൂയ. ആരാധന തുടങ്ങുന്നത് പെസഹയിലായിരിക്കണം. ആരാധന അടിസ്ഥാനപ്പെടുന്നത് പെസഹയിലായിരിക്കണം. വികാരങ്ങൾ പറഞ്ഞല്ല ആരും ആരാധിക്കേണ്ടത്. രക്തത്തിന്റെ വില ഉയർത്തി വേണം ആരാധിക്കാൻ. അല്ലാത്ത ഒരു പ്രശ്നം, ഇന്ന് മുട്ടുവേദന മാറിയോ നാളെ മുട്ടുവേദന ആയിട്ട് വരും, അവൻ ആരാധിക്കുകയില്ല. സ്തോത്രം. പക്ഷേ രക്തം അടിസ്ഥാനമെങ്കിൽ ആലയത്തിലെ വാതിൽക്ക് വരുന്നതിന് മുമ്പ് തന്നെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5 മുതൽ 9 വരെ പറയുന്ന വാക്യങ്ങൾ, സ്വർഗത്തിൽ ഒരു ആരാധന ഉണ്ട്. ഇവിടുത്തെയൊക്കെ ചെറിയ ആരാധന, റിയൽ ആരാധന അവിടെയാ. അവിടെ ആരാധനയുടെ പാട്ട് പറയുന്നുണ്ട് മോനെ, അവിടെ ആരാധനയുടെ സെന്റർ പറയുന്നുണ്ട്, അവിടെ ആരാധനയുടെ തീം പറയുന്നുണ്ട്, അവിടെ ആരാധന പുരുഷനെ പറയുന്നുണ്ട്. വചനം ഇങ്ങനെയാ പറയുന്നത്: കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയില്, സകല വംശത്തില്, സകല ഗോത്രത്തിലുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി. കാലുമേ കാലും വെച്ച് ഗമ്മും ചവച്ച് എത്ര പെന്തക്കോസ്ത് സ്റ്റേജിലിരുന്ന് ആൾക്കാർ ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ഇതെന്നെ മന്ത്രിമാരുടെ സദസ്സോ? ഇങ്ങനെയൊക്കെ തോന്നുന്നവരിടയ്ക്ക് ഓർത്തോണം, സ്വർഗത്തില് അല്ലെങ്കിൽ പാപമില്ലാത്ത കുറെ ജീവികള്, വിശുദ്ധിയിൽ മാത്രം നിൽക്കുന്ന കുറെ ജീവികള് ദൈവത്തിന്റെ മഹത്വം കാണുമ്പോ 2 കൊണ്ട് കണ്ണടച്ച് അവിടെ നിൽക്കാൻ പോലും പറ്റാതെ പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുക. സെൽഫോണിന്റെ സ്റ്റൈല് കാണിക്കാൻ ഉള്ളടവാണോ ആരാധനാലയ? ഹല്ലേലൂയ.
മസില് വരിപ്പിച്ചിരിക്കാനുള്ളതാണ് ആരാധന. സ്വർഗത്തിൽ കുറെ മൂപ്പന്മാർ, അവർ പലരും വില കൊടുത്തോരാ. തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ പാദത്തിലിട്ട് അവർ ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് ആരാധന തുടങ്ങിയ എന്റെ പാസ്റ്ററെ, എനിക്ക് എന്തൊക്കെയോ എന്റെ അകത്ത് കത്തുന്നുണ്ട് ഇന്ന് രാത്രി. സ്തോത്രം, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു 5 മിനിറ്റ് അങ്ങ് സംസാരിക്കുക. അല്ലേ, ഇങ്ങനെ അങ്ങ് ആരാധന തുടങ്ങിയ ബാക്കി രക്തം പറയുന്നതെല്ലാം നമ്മുടെ ആരാധന നടക്കും. മക്കളെ ക്ഷമിക്കണം. സ്കെയിലൊക്കൊന്നുണ്ടാകരുത് ആരാധന, ഋതമൊക്കൊന്നുണ്ടാകരുത് ആരാധന, ട്യൂണൊക്കൊന്നുണ്ടാകരുത് ആരാധന. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട്, നിന്റെ രക്തം കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് നീ എന്നെ വിലയ്ക്ക് വാങ്ങി. ഉള്ളവൻ ആരാധിക്കേണ്ടത്, ആക്സസ് ഉള്ളവൻ ആരാധിക്കേണ്ടത്. എനിക്ക് ആക്സസ് കിട്ടിയത് എൻ്റെ ID കാർഡ് സ്കാൻ ചെയ്തപ്പോഴല്ല. എനിക്ക് ആക്സസ് കിട്ടിയത് അവൻ്റെ നെഞ്ച് വളർന്നപ്പോഴാണ്. എന്നെ തടയാൻ ആർക്കും പറ്റത്തില്ല. നീ ഇത്ര ആരാധിക്കേണ്ടെന്ന് എന്നോട് പറയാൻ ആർക്കും പറ്റത്തില്ല. നീ ഇത്ര സന്തോഷിക്കേണ്ടെന്ന് എന്നോട് പറയാൻ ആർക്കും പറ്റത്തില്ല. മാറി നിൽക്കാൻ പറയാൻ ആർക്കും പറ്റത്തില്ല. ആലയത്തിൽ വന്നാൽ ആരാധിക്കണം. അതിനെ ആരും തടയരുത്, അതിനെ ആരും തകർക്കാൻ നോക്കരുത്. ആലയത്തിൽ വരുന്നത് യേശുവിനെ ആരാധിക്കാനോ. ആരാധനയിൽ ഈ രക്തം പറഞ്ഞു തുടങ്ങിയ ബാക്കി കാര്യം രക്തം ചെയ്തോളൂ. There is healing in the blood. രക്തത്തിൽ സൗഖ്യമുണ്ട്. എല്ലാരും വിളിച്ചു പറ, രക്തത്തിൽ സൗഖ്യമുണ്ട്. മനോജ് ഭാഷ ഈയിടെ ഏതോ ഒരു മെഡിക്കൽ ഡോക്ടർ, എനിക്ക് അവരോടൊന്നും ഒരു കുഴപ്പമില്ല, ഒരു വീഡിയോ എടുത്തേച്ച് പറഞ്ഞു പെന്തക്കോസുകാർ പറയുന്ന സൗഖ്യമെല്ലാം വെറും കളിപ്പീരാണ്. നമ്മുടെ ആൾക്കാരാണ് അത് ഹിറ്റാക്കിയത്. എനിക്ക് 2-3 പെന്തക്കോസുകാർ അത് അയച്ചു തന്നു വാട്സപ്പിൽ. ഞാൻ ഓർത്തട ഇവന്റെ പെന്തക്കോസ് തന്നെ. എത്ര പേര് ഇന്ന് രാത്രി രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്? വിദ്യാഭ്യാസമുള്ള അലക്ഷ്യവും പാസ്റ്ററും കുഞ്ഞപ്പ സാറൊക്കെ കൂടി ഇരിപ്പുണ്ട്. ഞാൻ വെറുതെ ഒരു വികാരത്തിന് പുറത്ത് പറയുകയല്ല, വ്യാഖ്യാനിച്ച് പറയുക. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 53-ാം അധ്യായം 5-ാം വാക്യം. അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ആദ്യമേ അവന്റെ രക്തം എന്നാ ചെയ്തേ എന്നുവെച്ച് 10 വാക്യം കഴിഞ്ഞിട്ടല്ല, അതേ വാക്യത്തിൽ തന്നെ നമ്മുടെ അതിക്രമം രക്തം കഴുകുമെങ്കിൽ നമ്മുടെ രോഗോരക്തം. ക്ഷമിക്കണം സാറേ, ഈ രക്ഷ വിശ്വസിക്കുന്നവന് പിന്നെ സൗഖ്യം വിശ്വസിക്കാൻ എന്നാ കുഴപ്പം?
എന്റെ പാപത്തിന്റെ കറ മുഴുവനും കഴുകാൻ രക്തത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്റെ രോഗത്തെ സൗഖ്യമാക്കാനും ആ രക്തത്തിന് ശക്തി ഉണ്ട്. എന്റെ പാപത്തിന്റെ കറ മുഴുവനും കഴുകാൻ യേശുവിന്റെ രക്തത്തിന് സൗഖ്യമുണ്ടെങ്കിൽ എന്റെ രോഗത്തെയും സൗഖ്യമാക്കാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. എനിക്ക് തന്ന സമയം 10-20 മിനിറ്റ് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി വരെ ഫിലോസഫി പറഞ്ഞേച്ച് പോകാനല്ല എനിക്ക് നിയോഗം. അല്ലേല് സൗഖ്യമാക്കുന്ന ഞാനല്ല. അല്ലേല് പ്രാർത്ഥിച്ച് ഒരാൾക്ക് സൗഖ്യം കിട്ടിയില്ലേലും എനിക്കൊരു നാണക്കേടുമില്ല. ഇനി പ്രാർത്ഥിച്ച് വീൽ ചെയറിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ എനിക്ക് ക്രെഡിറ്റുമില്ല. ഇതല്ല സ്വർഗത്തിലെ ദൈവത്തിന്. എല്ലാവർക്കും ദൈവസേനയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രസംഗം തീർക്കുക എന്നുള്ള അല്ലല്ലോ ഇന്ന് രാത്രിയിലെ പ്രധാനപ്പെട്ട കടമ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അവന്റെ വചന സൗഖ്യമാക്കുന്നതാ. വചനം അയച്ച് സൗഖ്യമാക്കുന്നവരാ. വളരെ ശാന്തമായിട്ട് മക്കളെല്ലാം കേൾക്കണേ. എനിക്ക് ഒരു മോളുണ്ട്. അവള് ഒരു പാസ്റ്ററെ 4ാം തലമുറക്കാരിയാണ്. എൻ്റെ വല്യപ്പൻ പാസ്റ്ററായിരുന്നു, എൻ്റെ അപ്പൻ പാസ്റ്ററാണ്, ഞാനും പാസ്റ്റർ. അതുകൊണ്ട് അവളെ രക്ഷിക്കപ്പെടത്തില്ല. ഹോളണ്ടിൽ നിന്ന് വന്ന ഒരു മിഷണറി ഒരു ദിവസം ഞങ്ങളുടെ സഭയിൽ യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 9 വയസ്സോ 8 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് കണ്ണുനീരോടെ മുന്നിൽ വന്ന് യേശുവിനെ സ്വീകരിച്ചു. ഞാനൊരു പാസ്റ്റർ വീട്ടിൽ ജനിച്ച ആളാണ്. ഇന്ന് അരിസോണയിൽ താമസിക്കുന്ന എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ ചർച്ച് സ്ഥലമില്ലാത്തിടത്ത് ഒരു നെല്ലിയുടെ ചോട്ടിലിരുന്ന് സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ ആ സൺഡേ സ്കൂൾ ക്ലാസ്സിലിരുന്ന് എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് കൊടുത്തു. പെന്തക്കോസ്ത് ജനിച്ചുകൊണ്ട് ആരും ഓട്ടോമാറ്റിക്കലി രക്ഷിക്കപ്പെടത്തില്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ആരും ഓട്ടോമാറ്റിക്കലി രക്ഷിക്കപ്പെടത്തില്ല. കുഞ്ഞുങ്ങളോടും എല്ലാവരോടും ഞാൻ പറയാം, എല്ലാവരും കണ്ണുകളെ അടച്ചേ. ഇന്ന് വരെ ഞാനൊരു പാപിയാണ്. യേശുവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവനല്ല, നീ രക്ഷിക്കപ്പെട്ടവളല്ല. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ പെന്തക്കോസ്ത് കൺവെൻഷനിലാണേലും ഞാനൊരു നിയോഗത്തോടെ ചോദിക്കുകയാ, ഇന്ന് വരെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റു പറഞ്ഞ് സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് രാത്രി യേശുവിന്റെ രക്തം, സകല പാപവും പോക്കുന്ന രക്തം നിങ്ങളെ രക്ഷിക്കും. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോ, ഈ കൺവെൻഷൻ സംബന്ധിക്കുന്ന ആരെങ്കിലുമോ ആ രക്ഷയുടെ നിർണയവും നിശ്ചയവും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവേ, നീ എൻ്റെ രക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ രക്തം എൻ്റെ പാപത്തെ കഴുകും. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നാദ്യമായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ആ കരങ്ങൾ ഉയർത്തിയ കുഞ്ഞുങ്ങൾ ദയവായി ഇടത്തും വലത്തും നോക്കരുത്. എല്ലാവരും കണ്ണുകൾ അടച്ച് പാസ്റ്ററുകൾ പറയുന്ന ഈ പ്രാർത്ഥന ഇന്ന് രാത്രി ഏറ്റു പറയണം. യേശുവേ, അങ്ങന്റെ രക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. യേശുവിന്റെ രക്തം എൻ്റെ പാപങ്ങളെ കഴുകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുക്കുന്നു. ഇന്നു മുതൽ യേശുവിന്റെ പൈതലായി ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ ദൈവ കുടുംബത്തിന്റെ ഭാഗമാക്കിയതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശ്രദ്ധിക്കണേ, ഞാൻ പല രോഗങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ്. ഇപ്പോഴും ശരീരത്തിൽ പല ബലഹീനതകൾ അനുഭവിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ആരാധനയിൽ മുഴകൾ മാറിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആരാധനയിൽ വലിയ ട്യൂമറുകൾ മാറിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആരാധനയിൽ പിശാച് പുറത്താകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ രക്തം വിളിച്ചു പറയുന്നിടത്ത് പിശാച് അലറിക്കരഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ മേലുള്ള രോഗകാരണം ഒരു നാച്ചുറൽ റീസൺ ആണെങ്കിലും, നിന്റെ മേലുള്ള രോഗകാരണം ഒരു ബന്ധനമാണെങ്കിലും, ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. എല്ലാവരെയും തലയിൽ കൈവെക്കാൻ ഒരുപക്ഷെ സമയമില്ല. ഒരു അടുത്ത 2-3 മിനിറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുള്ളവർ പ്രിയ ലോർഡ്സ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ വേഗം
വേഗത്തിൽ മുന്നോട്ട് കടന്നു വരിക. വാളണ്ടിയേഴ്സ് ദയവായി കുഞ്ഞുങ്ങളെ പുറകോട്ട് മാറ്റുക. എന്റെ തലയിലൊന്ന് ഒരു നിമിഷം കൈവച്ച് പ്രാർത്ഥിക്കണം. യേശുവിന്റെ രക്തമനെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹമുള്ളവർ, ആ പ്രാർത്ഥന വേണ്ടിയവർ ദയവായി മുന്നോട്ട് കടന്നു വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദയവായി വേഗത്തിൽ വന്നാട്ടോ, വേഗത, സമയം കളയാനില്ല. പാസ്റ്റർ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്നെ രോഗത്തിൽ നിന്ന് വിടുവിക്കും. ഇന്ന് രാത്രി എനിക്കൊരു സൗഖ്യം അനുഭവിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ളവർ വേഗത്തിൽ ദയവായി മുന്നോട്ട് കടന്നു വരിക. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരും നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരും നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ നിനക്കു തുല്യനാ. ലോകത്തിലേക്ക് സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ നിനക്കു തുല്യനായ, പാപത്തിൻ കറകൾ പോക്കാൻ പാവനരക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവനരക്തം ചിന്തി. അങ്ങെപ്പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ, അങ്ങെപ്പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ നിനക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു, മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങെപ്പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റോനേ, അങ്ങെപ്പോലെ ആരുമില്ല,
ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കാൻ യേശുവിന്റെ വേണമെന്നില്ല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അത് ആത്മാവിന്റെ ശരീരത്തിലും അനുഭവിച്ചവർ മാത്രം കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രിക്കാലം നമ്മുടെ രോഗികളെ സൗഖ്യമാക്കുന്ന വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക മാത്രമല്ല, അവന്റെ രക്തത്താൽ നമുക്ക് രോഗസൗഖ്യമുണ്ട്, അവന്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്, അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അത് അനുഭവിച്ച ദൈവത്തിന്റെ ദാസന്മാരും ദൈവമക്കളും ദൈവത്തെ ആരാധിക്കട്ടെ. Divine plan that God has sent a servant in our midst. ദൈവത്തിന്റെ ദാസനെ നമ്മുടെ മധ്യത്തിൽ അയച്ചത് ദൈവത്തിന്റെ പ്രത്യേക നിയോഗമാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അനുഭവിച്ച് സന്തോഷിച്ച ദൈവമക്കൾ, വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ, ആനന്ദിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. I'm so delighted, I'm so privileged, I'm so happy to call you as my father, as my pastor. I really appreciate. We really appreciate. I'm proud to announce that you are my pastor. And we really appreciate taking time and effort to come and minister in our midst last 2 days. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വൈഫ് ലിസയുടെ കസിൻ പ്രിയ മകൻ സണ്ണി ഇവിടെ വരാൻ ആഗ്രഹിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ ജോലിയിൽ നിന്ന് തനിക്കൊരു അവധി കിട്ടാഞ്ഞതുകൊണ്ട് തനിക്ക് വരാൻ കഴിഞ്ഞില്ല. വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്നു. കർത്താവ് ദാസനും പ്രിയ മകൻ സണ്ണിക്കും വരുവാനുള്ള ടിക്കറ്റ് എടുത്തത് പ്രിയ മകൻ സണ്ണിയാണ്. ഈ പാസ്റ്റർക്ക് വേണ്ടി 2 ദിവസത്തേക്ക് ഇന്ത്യയിൽ വരുവാൻ ടിക്കറ്റ് എടുത്ത് സഹായിച്ച പ്രിയ സണ്ണിയെയും കുടുംബത്തെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. We request you, please come next year also. Hallelujah. Somebody will give you a ticket. ഈ കൂടിയിരിക്കുന്ന ദൈവമക്കളും ദൈവദാസന്മാരിലും നമ്മുടെ കർത്തൃദാസന് അടുത്ത വർഷവും വരണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഇനി സാക്ഷികളുടെ ആവശ്യമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. നിങ്ങൾ ശാന്തമായി ഇതുവരെ നിന്നു. നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിന് മുമ്പ് ധൃതിയായിട്ട് പോകേണ്ടവർക്ക് പോകണം. ഭയങ്കര ധൃതിയാണെങ്കിൽ 2 മിനിറ്റ് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ കൺവെൻഷന്റെ 6ാമത്തെ ദിനവും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയത്തക്ക രീതിയിൽ അവിടുന്ന് ഞങ്ങളുടെ മധ്യയെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അദർശനായ ദൈവത്തിന്റെ പ്രതിമയായവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കാൽവരിയിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരമായി ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകി, ഉദ്ധാരണം നൽകി, ഞങ്ങൾക്ക് നിലനിൽപ്പ് നൽകി, സൗഖ്യം നൽകി, ഞങ്ങളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഭവത്തിൽ എത്തപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി നിത്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിത്യത്തിലെ പ്രവേശനം ഉറപ്പിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവന് ഈ കൺവെൻഷൻ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. നിന്റെ വിലപ്പെട്ട ദാസനെ ഇന്ന് രാത്രിയിൽ വചനം വ്യാഖ്യാനിക്കുവാൻ അവിടുന്ന് ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ആത്മചൈതന്യത്തോട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവിടുന്ന് തന്റെ ദാസനെ ശക്തീകരിച്ചല്ലോ. തുടർന്നും അനേകർക്ക് പ്രയോജനകരമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ മടക്കയാത്രയിൽ നീ കൂടിയിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന്റെ ആരംഭം മുതൽ ദൈവ സാന്നിധ്യം പകർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. വരും ദിവസങ്ങളിലും കർത്താവായ ദൈവത്തിന്റെ സാന്നിധ്യം
ജനം അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സെന്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എഴുന്നേൽപ്പിച്ച ദൈവദാസന്മാർക്കായി, ദൈവസഭകൾക്കായി സ്തോത്രം. ഇന്ന് ശുശ്രൂഷയിലേക്ക് അധ്യക്ഷത വഹിച്ചതിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷയിൽ ഇടപെട്ട ദൈവമക്കളെ ഓർക്കുന്നു. ഞാൻ ശുശ്രൂഷകൾ നിർവഹിച്ച എല്ലാ നിന്റെ ദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ സെന്ററിന് നേതൃത്വം നൽകി അനുഗ്രഹത്തോടെ കൈമിടുക്കോടെ ആത്മചൈതന്യത്തോടെ നടത്തുന്ന നിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺസൺ ഡാനിയൽ അവരുടെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും നീ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നിന്റെ ജനത്തെ സമാധാനത്തോടെ അയക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ദൈവവചനം ശ്രദ്ധിച്ച ഏവരോടും കൂടെ ഇപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ വർഷവും നടന്ന 27ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ശക്തമായ ദൈവവചന ശുശ്രൂഷയും ആത്മീയ ആരാധനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും വിടുതലായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആത്മീയമായി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 9447236281, മിസ്റ്റർ സാംസി ഡാനിയൽ 9447766316. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.